സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ പാലം 100 കോടി ചെലവ്. പെരുമ്പള്ളം ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നം പറയാൻ മാത്രമല്ല അഭിമാനിക്കാനും ഒരു നിമിഷം. പെരുമ്പള്ളം പാലം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കായലിലെ ഏറ്റവും വലിയ ദ്വീപിലെ നിവാസികളുടെ ചിരകാല സ്വപ്നമായ പെരുമ്പള്ളം പാലം യാഥാർത്ഥ്യമായി. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപിലെ നിവാസികളുടെ ചിരകാല സ്വപ്നമായ കായലിന് കുറുകെ 1 കിലോമീറ്ററിലേറെ നീളത്തിൽ നിർമ്മിച്ച പാലം ഇന്ന് യാഥാർത്ഥ്യമായി. നാട മുറിച്ചതിനു ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പാലത്തിലൂടെ മറുകരയിലേക്ക് പോയി. പെരുമ്പളം ദ്വീപിലേക്കുള്ള KSRTC ബസ് സർവീസും ഇതിനു പിന്നാലെ ആരംഭിച്ചു. 1157 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള പാലമാണിത്. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. മധ്യഭാഗത്തായി മഴവിൽ നിറത്തിലുള്ള 3 ബോസ്ട്രിംഗ് ആർച്ചുകളും പാലത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ 12 മീറ്ററാണ്. 100 കോടി ചെലവിൽ ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പാലം നിർമ്മിച്ചത്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന ഒന്നും ഇന്ന് സംഭവിച്ചില്ല. ഇന്ന് ആലപ്പുഴയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി അനുനയ നീക്കത്തിന്റെ ഭാഗമായി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ സുധാകരന്റെ വീടിനടുത്തുള്ള മങ്കൊമ്പിലെ AC റോഡ് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രി പെരുമ്പള്ളം പാലത്തിന്റെ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ഇതോടെ മുഖ്യമന്ത്രി സുധാകരന്റെ വീട്ടിലെത്തില്ലെന്ന് വ്യക്തമായി. ഇന്ന് രാവിലെ പെരുമ്പള്ളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സുധാകരൻ ഫേസ്ബുക്ക് പേജിൽ നൽകിയിരുന്നു. മുഖ്യമന്ത്രി എത്തില്ലെന്ന് വ്യക്തമായതോടെ ഫേസ്ബുക്കിൽ നിന്ന് ലൈവ് നീക്കം ചെയ്തു. അനുമതിയില്ലാതെ അഡ്മിനാണ് ലൈവ് ഇട്ടതെന്നാണ് G. സുധാകരൻ നൽകുന്ന വിശദീകരണം.